ടി വിയിൽ ഹൗസ് ബോട്ട് കണ്ടപ്പോൾ പിള്ളേർക്ക് അതിൽ കയറണമെന്ന് വലിയ ആഗ്രഹം. ഇത് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ട്രിപ്പ് കുറച്ചുകൂടി രസകരമായിരുന്നേനെ. അതെന്താ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഗ്രൂപ്പ് ഗെയിമിനായി ചീട്ടും പാമ്പും കോണിയും ഒക്കെ എടുത്തിരുന്നു. അത് പിള്ളേർ ശരിക്കും എൻജോയ് ചെയ്തു. വൈക്കത്തു നിന്നും കുമരകത്തു നിന്നും സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ടെങ്കിലും ആലപ്പുഴയിൽ നിന്നുള്ള സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇതാണ് കുറച്ചുകൂടി രസകരമായ ട്രിപ്പ് എന്ന് വൈക്കത്തുള്ള എൻ്റെ കൂട്ടുകാരനാണ് എനിക്ക് പറഞ്ഞു തന്നത്. ട്രിപ്പിൻ്റെ ഭക്ഷണമെല്ലാം പാക്കേജിൽ അഡ്വാൻസ് തന്നെ ബുക്ക് ചെയ്തിരുന്നു. എന്നിരുന്നാലും ഹൗസ് ബോട്ട് ഒരു ചെറിയ ഫിഷ് കടയുടെ അടുത്ത് സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് അവിടെ നിന്ന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഷെഫ് അത് നമുക്ക് അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് തരും. സ്പീഡ് ബോട്ടിങ് ഒരു മസ്റ്റ് ഡു ആക്ടിവിറ്റിയാണ്. പിള്ളേർ അത് ശരിക്കും എൻജോയ് ചെയ്തിരുന്നു. ഗ്രാമങ്ങളിലൂടെയുള്ള കനാൽ ക്രൂസിംഗ് ആണ് ഞാൻ ബുക്ക് ചെയ്യാൻ വിട്ടുപോയൊരു കാര്യം. ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവരോട് ഇത് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി ഇത് അറേഞ്ച് ചെയ്തു തരും. അതിനുള്ള എക്സ്ട്രാ ഫീസ് നമ്മൾ കൊടുത്താൽ മതി. ഞാൻ രണ്ടാമത് അറേഞ്ച് ചെയ്യാൻ വിട്ടുപോയ കാര്യം ആലപ്പുഴയിലെ ബീച്ചാണ്. അന്ന് വൈകിട്ട് ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യേണ്ടത് കൊണ്ട് എനിക്ക് ബീച്ചിൽ കയറാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. എന്നാൽ നിങ്ങൾ ആലപ്പുഴയിൽ പോവുകയാണെങ്കിൽ ആലപ്പുഴ ബീച്ചിലെ സൺസെറ്റ് ഒരിക്കലും മിസ് ചെയ്യരുത്. കുറച്ച് നാടൻ കള്ളും ഭക്ഷണത്തിൻ്റെ കൂടെ അറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി നന്നാവുമായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. എൻ്റെ കേരള ട്രിപ്പിൻ്റെ ഫുൾ ഐറ്റിനറി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ വെബ്സൈറ്റായ JK Travel Vibes ചെക്ക് ചെയ്യുക.